നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ വിശ്വത്തിനിട്ട് SI സാബു നല്ല രീതിയിൽ തല്ലുന്നുണ്ട്. ഒടയിൽ വിശ്വം മാഷിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് വിശ്വത്തെ കെട്ടിപ്പിടിച്ച് കരയണം. വിശ്വം പറഞ്ഞു, സാരമില്ല അച്ഛാ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ മാഷിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാഷിന് അപ്പോഴേക്കും നെഞ്ചു വേദനിക്കുന്ന പോലെ തോന്നുവാണ്. മാഷ് നെഞ്ചത്ത് തടവുന്ന കണ്ടു കഴിഞ്ഞപ്പം വിശ്വത്തിന് ആകെപ്പാടെ പേടിയായിപ്പോയി. അതുപോലെ തന്നെ വിനായകനും. ആ സമയം മാഷ് പറഞ്ഞു, കുറച്ച് വെള്ളം എന്ന് പറയണം. ആ സമയത്താണ് SI സാബു അങ്ങോട്ടേക്ക് വരുന്നത്. സാബു വന്നിട്ട് പറഞ്ഞു, കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കണോ, ഇനി കിളവൻ ഇവിടെ കിടന്ന് തട്ടിപ്പോണ്ടെന്ന് പറയണം. പിന്നീട് കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് ഒരു സമാധാനമായി. എങ്കിലും മാഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുവാണ്. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു പോലീസുകാരൻ വന്നിട്ട് സാബുവിനോട് പറയുന്നത്, സാറേ സാറിന് കോൾ ഉണ്ടെന്ന് പറയണം. എനിക്കറിയായിരുന്നു ഏതെങ്കിലും ഒരുത്തന്മാർ വിളിക്കുമെന്ന്. അതുകൊണ്ടല്ലേ ഇവരെ ഞാൻ നേരത്തെ അങ്ങോട്ട് കൈകാര്യം ചെയ്തേന്ന് പറഞ്ഞു. അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു, അതെ ഞാൻ വക്കീൽ ദർശനാന്ന് പറയണം. പറഞ്ഞു, വക്കീൽ സാറേ എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല, ആ മാഷിനെ വിശ്വത്തെ വിനായനെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെന്ന് കേട്ടല്ലോ, എന്തിനാന്ന് ചോദിച്ചു. അയ്യോ, കസ്റ്റഡിയിലൊന്നും എടുത്തിട്ടില്ല, അവരെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ആ വിക്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അത്രയേ ഉള്ളോ? അല്ല, അവരെ ജാമ്യം എടുക്കാനായിട്ട് ആൾക്ക് വിടണമെന്ന് ചോദിച്ചു ആരെങ്കിലും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ, ഇപ്പം തന്നെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാന്ന് പറഞ്ഞു. അറസ്റ്റ് ഒന്നും രേഖപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് SI സാബു മാഷിൻ്റെയൊക്കെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മാഷേ, നിങ്ങളുടെ മോന് ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. തല്ലും കേസും ഗുണ്ടായുസവും കാണിച്ച് അവനകത്തായാലും നിങ്ങളുടെ മരുമോളെ നോക്കാനായിട്ട് ആളുണ്ടല്ലോ, അവനാ ദർശൻ വക്കീലെ വിളിച്ചേ. പുറത്തിറക്കാനായിട്ട് ജാമ്യത്തിൽ ഇറക്കാനായിട്ട് അവൻ വരണോ, ഇനിയിപ്പോൾ ആളെ വല്ലതും വിടണമെന്ന്. ഇങ്ങനെ ഒരു രോഗം ആർക്കെങ്കിലും കിട്ടുമോ? സ്വന്തം മകന് എന്തായാലും സംഭവിച്ചാലും ഇനിയിപ്പോൾ മാഷ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മരുമോളെ നോക്കാനായിട്ടൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞു. മാഷിന് നല്ല ദേഷ്യമായി. മാഷിങ്ങനെ മുഷ്ടി ചുരുട്ടുവാണ്. അപ്പോഴേക്കും വിശ്വം പതുക്കെ ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. ആ സമയത്ത് ഇത് അയാൾ കണ്ടു, സാബു കണ്ടു. സാബു പെട്ടെന്ന് പറഞ്ഞു, മാഷെ മുഷ്ടി ചുരുട്ടിയിരുന്ന ഒരു കാര്യമില്ല, എന്നോട് ദേഷ്യപ്പെട്ട് ഒരു കാര്യമൊന്നുമില്ല, ഞാൻ പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞെന്നുള്ളതെന്ന് പറഞ്ഞു. മാഷിനെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ SI സാബു വാസവനെ വിളിക്കുകയാണ്. വാസവനെ വിളിച്ചപ്പോൾ വാസവൻ ചോദിച്ചു, എന്താടോ കാര്യങ്ങൾ? അത് പിന്നെ സാറേ, അവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല, അവർക്കൊന്നും അറിയത്തില്ല എന്നാ പറഞ്ഞ. മാക്സിമം നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്തു. ഇത് പറയാനാണോടോ താൻ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. സാറേ, നല്ല രീതിയിൽ തന്നെ ആ മാഷിൻ്റെ മുന്നിൽ വെച്ച് അയാളുടെ മക്കളെ തല്ലിച്ചതച്ചു. എന്തേലും അറിയാമെങ്കിൽ അയാളും പറയേണ്ടല്ലേ, പറഞ്ഞില്ല. പിന്നെ അയാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാൾക്ക് എന്തേലും സ്റ്റേഷനിൽ വെച്ച് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ തൂങ്ങേണ്ടതായിട്ട് വരും. സാറിന് അറിയാലോ, കേസും കൂട്ടമൊക്കെ ആവുമെന്ന് പറഞ്ഞു. വെച്ചിട്ട് പോടോ ഫോണ്. അയാളിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എന്നിട്ട് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു പറഞ്ഞ് വാസവൻ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതേ സമയം സമനില തെറ്റിയ മട്ടിലായിരുന്നു ശ്രീനിവാസന്റെ അടുത്ത് സുധയും അതുപോലെ രാജേട്ടനും ജോസഫും ഒക്കെ നിൽക്കുന്നുണ്ട്. ശ്രീനിവാസനാണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ വലിച്ചിങ്ങനെ ആകപ്പാടെ വല്ലാത്ത ടെൻഷനിലാണ് ഇരിക്കുന്നത്. ഒടുവിൽ സുധയോട് പറഞ്ഞു, നീ ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. എന്തിനാ ശ്രീനേട്ട, ഇങ്ങ് തരാനാ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ മേടിച്ച് ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണ്. സ്വിച്ച് ഓഫ് എന്നാ മറുപടി കേട്ടെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീനിവാസൻ പറഞ്ഞു, ആ വിജയനോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് സുധ പറഞ്ഞു, അല്ല എങ്ങോട്ടാ ശ്രീനേട്ട പോണേന്ന് ചോദിച്ചു. അതെ, ഞാനിപ്പം വിളിച്ചത് അവനെയാ, SI സാബുവിനെ വിളിച്ചേ. അവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എന്നാലും ഇത് ശരിയല്ലല്ലോ, ആ മാഷിനെ കുടുംബത്തെ എങ്ങനെ ദ്രോഹിക്കാൻ പാടുണ്ടോ? അവരെ കൊണ്ട് തല്ലി ചതയ്ക്കേണ്ട കാര്യമുണ്ടോ? അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു, അത് പിന്നെ മാഷിനെ ഉപദ്രവിച്ചില്ല, തല്ലി ചതച്ചിട്ടില്ല, വിശ്വത്തെ വിനായകനെയാണ്. അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു, ആ വിനായകന് 4 എണ്ണം കിട്ടേണ്ടതിൻ്റെ കുറവുണ്ട്, കാരണം അവൻ കുറച്ച് തരികടിയാന്ന് പറഞ്ഞു. ആ സമയത്ത് സുധ പറഞ്ഞു, അല്ല ശ്രീനേട്ട, ഈ സമയത്ത് ഇതിന് ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമുണ്ടോ? വേണം, കാരണം ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നൊരു ചിന്തയുണ്ട് അവന്മാർക്ക്. അതുകൊണ്ടാണ് അവന്മാരിങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നൊരു തോന്നലുണ്ടായി കാണും. അതൊക്കെ ഇല്ലെന്ന് ആക്കി തീർക്കണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീനിവാസൻ ദേഷ്യപ്പെടുവാണ്. ആ മാഷിനെയും കുടുംബത്തെ ദ്രോഹിക്കേണ്ട കാര്യമുണ്ടോ? വിക്രം തെറ്റിയെന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ കുറ്റക്കാരനാക്കിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറഞ്ഞു. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളോടുള്ള വെല്ലുവിളിയും കൂടെ ഏതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധ പറഞ്ഞു, ശ്രീനേട്ട, ഈ സമയത്ത് നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണമെന്ന് പറഞ്ഞു. അല്ല, ഒരു കാര്യം ചെയ്താലോ, നമുക്കൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്താലോ എന്ന് ചോദിച്ചു. ഹേബിയസ് കോർപ്പസോ? അതെ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം പുളിക്കൻ്റെ കാര്യം തന്നെ നിർത്തി നോക്കിയേ. ഈ പറയുന്ന പുളിക്കനെ ഇതുവരെയായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പുളിക്കനെ അതുപോലെ തന്നെ വിക്രത്തിനെ ഒരു പക്ഷേങ്കിൽ ഇവർ രണ്ടുപേരും
വാസവന്റെ കസ്റ്റഡിയിലാണെങ്കിലോ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന കൊലപാതകമായിട്ട് യാതൊരു ബന്ധവുമില്ല, വരണ്ട കൊലപാതകമായിട്ട്. കാരണം പാർട്ടിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോ ഒരു ബന്ധവുമില്ല. പക്ഷെ മനഃപൂർവ്വം പാർട്ടിയെ കരിവാരിത്തേക്കാനും അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് പുളിക്കനെ പിടിച്ചു വെച്ചിരിക്കുന്നത്, പുളിക്കൻ ആ കാര്യങ്ങളൊന്നും പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്താലോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീനിവാസൻ പറഞ്ഞു, ശരിയാ, ഇത് കൊള്ളാം, ഇത് നല്ല ഐഡിയ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം രാജേട്ടൻ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്താലോ, വിക്രത്തിന്റെ പേരിലും കൊടുത്താലോ എന്ന് പറയണം. വിക്രത്തിനെ അന്യായയുടെ തടയിൽ വെച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, അത് വേണ്ട, അത് ശരിയാകത്തില്ല. അതെന്താ സാറേ, ഒരു പക്ഷേങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് വിക്രത്തിന്റെ ജീവൻ തന്നെ ഭീഷണിയായിരിക്കും. ചിലപ്പോൾ അവന്മാര് ചിലപ്പോൾ വിക്രത്തിന് എന്തെങ്കിലും ചെയ്തെന്നും വരും. അത് വേണ്ട, അത് അപകടമാണെന്ന് പറയണം. മറ്റേ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അവന്മാർ ശരിക്കും ഒന്ന് പേടിച്ചെന്ന് വരും പുളിക്കിന്റെ കാര്യത്തിൽ. പക്ഷെ വിക്രത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും വേണ്ടാന്ന് പറയണം. അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. അങ്ങനെ ശ്രീനിവാസൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഈ സമയത്ത് രാജേട്ടൻ ചോദിച്ചു, അല്ല ഇനിയിപ്പോൾ അങ്ങനെ ഒരു കേസ് കൊടുത്താലും അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വരുന്ന ഈ പോലീസ് തന്നെ അല്ലേന്ന് ചോദിച്ചു. നമുക്ക് നോക്കാം രാജ, എന്താ സംഭവിക്കുന്നതെന്ന്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്നൊക്കെ ശ്രീനിവാസനും പറഞ്ഞു. ഇതേ സമയത്ത് വേദയും ദീപ്തിയും കൂടെ ഹാളിലിരിക്കുകയാണ്. അപ്പോഴേക്കും രണ്ടുപേർക്കുള്ള ജ്യൂസൊക്കെ ആയിട്ട് പത്മ അങ്ങോട്ടേക്ക് വരുവാണ്. പത്മ അത് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അതെ കുറച്ച് ദിവസങ്ങളായി നിങ്ങളോട് രണ്ടുപേരും കൂടെ സംസാരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എങ്കിൽ അതിനുള്ള സന്ദർഭം ഒത്തു വന്ന് ഇപ്പോഴാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം പത്മ പറഞ്ഞു, നിങ്ങൾക്കറിയാലോ, കാരണം ഈ ഒരു വർഷമായിട്ട് ഈ കുടുംബത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന്. വേദയ്ക്ക് ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ദീപ്തിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്. ചേച്ചിയെക്കാളും ഒരു പടിയും കൂടെ ഉയർത്തി പോകാനായിട്ട് അവൾ ചിന്തിച്ചു. എന്നിട്ട് അത് അങ്ങനെയായി തീർന്നു. എന്നിട്ടിപ്പോഴോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾ അച്ഛനമ്മമാർക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്ന്. അതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. എപ്പോഴും മക്കളോട് അച്ഛനമ്മമാർക്ക് നല്ല സ്നേഹമായിരിക്കും, പക്ഷെ മക്കളത് പലപ്പോഴും തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. അത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു, വേണ്ട അമ്മ കൂടുതലൊന്നും പറയണ്ട, സ്നേഹമുണ്ട് പോലും. നിങ്ങളുടെ സ്നേഹമൊക്കെ ഞാൻ മനസ്സിലാക്കിയതാ എത്രമാത്രം ഉണ്ടെന്ന്. ഒടുവിൽ എൻ്റെ വരുണില്ലാതായി കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം നന്നായിട്ടും മനസ്സിലായെന്ന് പറഞ്ഞു. നിങ്ങൾ കൂടുതൽ ആരും ഇനി തത്വങ്ങളൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപ്തി ദേഷ്യപ്പെടുവാണ്. വേദ പറഞ്ഞു, ദീപ്തി നീ ഒന്നും മിണ്ടാതിരിക്കുക, അമ്മ പറയട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് പത്മ പറഞ്ഞു, ദീപ്തി നിനക്ക് ജീവിതം എന്താണെന്ന് അറിയത്തില്ല, നീ ജീവിതം തുടങ്ങുന്നുള്ളൂ. ഈ ഒരു വർഷക്കാലമായിട്ട് നിന്റെ അച്ഛനുണ്ടായ വേദന എത്ര നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എത്രമാത്രം അദ്ദേഹം മറ്റുള്ളവരോട് മുന്നിൽ നാണം കിടന്നുണ്ടെന്ന്. വേദ ഒരു ജീവിതം തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് നല്ലതായിട്ട് തോന്നി. പക്ഷെ മറ്റുള്ളവർ പറഞ്ഞ എന്താണെന്നറിയോ, ശങ്കരനാരായണന്റെ മൂത്ത മോള് അവൾ കൈവിട്ടു പോയി, അല്ലെങ്കിൽ ഒരുത്തൻ്റെ കൂടെ പോയി, അങ്ങനെയൊക്കെയുള്ള എന്തുമാത്രം കാര്യങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടി വന്നേ. പിന്നെ രണ്ടാമത്തെ മോളുടെ കാര്യത്തിലും അതുപോലെയൊക്കെ തന്നെ. അപ്പം ഞങ്ങളുടെ വേദന എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? നിങ്ങൾ നിങ്ങളുടെ വേദനയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, ഞങ്ങളുടെ വേദനയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യം ഒന്നുമില്ലെങ്കിലും ഇത്രയും വളർത്തി വലുതാക്കി വിട്ടല്ലേ, അപ്പം ഞങ്ങൾക്കും കുറേ പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ കാണില്ലായിരുന്നോ? പക്ഷേ അതൊക്കെ നിഷ്കരണം നിങ്ങൾ വലിച്ചെറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തി ഒന്ന് വേദയെ നോക്കുകയാണ്. അപ്പോഴേക്കും പത്മ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയെങ്കിലും ഞങ്ങളെ വേദനിപ്പിക്കാതിരിക്കണം. കാരണം കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇനിയെങ്കിലും അച്ഛൻ്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കാതിരിക്കണം എന്നും പറഞ്ഞിട്ട് പത്മ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി. ആ സമയത്ത് ദീപ്തി പറഞ്ഞു, അമ്മ പറയുന്നൊന്നും ഞാൻ അനുസരിക്കാൻ പോകുന്നില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഇനി എൻ്റേതായ ജീവിതം തിരഞ്ഞെടുക്കാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ച നിമിഷങ്ങൾ വരുണിനോടൊപ്പമുള്ള നിമിഷങ്ങളായിരുന്നു. വേദേച്ചിക്കറിയാലോ, കുഞ്ഞുനാളിൽ മുതൽ ഞാൻ കേട്ട് വളരുന്നത് വേദേച്ചിയെ കണ്ടുപിടിക്കണം എന്നായിരുന്നു. പക്ഷേങ്കിൽ ഇത്തിരി വലുതായി കഴിഞ്ഞപ്പം എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വന്ന് അത് വരുണ് മാത്രമായിരുന്നു. പക്ഷേ ആ വരുണിൻ്റെ ജീവൻ എല്ലാവരും കൂടെ കൂടിയെടുത്തു. ഇപ്പോഴോ ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു, ദീപ്തി നിനക്ക് തോന്നുന്നുണ്ടോ വരുണിനെ ഇല്ലാതാക്കിയത് വിക്രമാണെന്ന്? ഒരിക്കലും വിക്രം അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വേദേച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല. ഇനിയാണ് ഞാൻ ശരിക്കും ജീവിക്കാനായിട്ട് പോകുന്നത്. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും, എൻ്റേതായ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും, ആരുടെ വാക്കുകളൊന്നും ഞാൻ കേൾക്കില്ല എന്നും പറഞ്ഞിട്ട് ദീപ്തി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല വേദയ്ക്ക്. അതേ സമയത്ത് കമല ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം മക്കൾക്ക് തല്ലി കിട്ടിയതൊന്നും കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ദേഹത്ത് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്.
നന്ദിനി ഈ സമയത്ത് വിനായകൻ വിശ്വത്തോട് പറഞ്ഞു, ദേ വിശ്വേട്ടാ, കുറച്ച് ചൂട് പിടിച്ചോ, നല്ല തൈലം ഇട്ട് പിടിക്കുകയാണെച്ചോ നല്ലതാന്ന് പറഞ്ഞു. ആ സമയത്ത് മാഷ് പറഞ്ഞു, എന്നാലും അവൻ ഇത്ര ദ്രോഹം ചെയ്തല്ലോ, കാരണം എന്തുമാത്രം അടിയ എൻ്റെ മക്കൾക്ക് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് ആകെപ്പാടെ ടെൻഷൻ അടിക്കുകയാണ്. ഈ സമയത്ത് കമല പറഞ്ഞു, ഇതിനെ അയാൾ അനുഭവിക്കും, വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലോ, പക്ഷേ വിക്രത്തിന് തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാനല്ലേ ആ എസ് ഐ ശ്രമിക്കണേന്ന് ചോദിച്ചു. ശ്രീജ പറഞ്ഞു, അത് ശരിയാ, ഒരുപക്ഷെ വിക്രത്തെ എങ്ങാനും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് നന്ദിനിയാണെങ്കിൽ കട്ടക്കലിപ്പോടുകൂടി പറഞ്ഞു, അല്ല ഇതെല്ലാം വിക്രം കാരണമല്ലേ ഇപ്പം വിശ്വേട്ടനും വിനയേട്ടനും ഒക്കെ തല്ലി കിട്ടിയത്, അവനെ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പം ഇവർക്കിട്ട് തല്ലി കിട്ടേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മാഷ് വെച്ച്, നീ എന്താ ഉദ്ദേശിച്ചേ? അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, നന്ദിനിയുടെ വർത്താനം കേട്ടാൽ തോന്നുമല്ലോ വിക്രമാണ് തെറ്റ് ചെയ്തതെന്ന്, ആ രീതിയിലുള്ള സംസാരം. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഉദ്ദേശിച്ചേ മുമ്പ് വിക്രം ചെയ്ത തെറ്റുകൾക്കെല്ലാം കൂടെ കൂട്ടിയുള്ള ശിക്ഷയല്ലേ ഇപ്പം കിട്ടിയിരിക്കണേന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് നീ ആ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി നന്ദിനി എന്ന് മാഷും പറഞ്ഞു. കാരണം മുമ്പ് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കിട്ടിയെങ്കിൽ. അത് കേട്ടപ്പോൾ വിനായകൻ്റെ മുഖം കുടിഞ്ഞു. നന്ദിനിക്കൊന്നും മിണ്ടാൻ പറ്റാതായി. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, ഇനി ഒരു പക്ഷേങ്കിൽ വിക്രം പുറത്തു വരുന്നുണ്ടെങ്കിൽ അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് വേണം പുറത്തു വരാനായിട്ട്. ഒരു പക്ഷേ വേദ അതിന് ശ്രമിക്കുമായിരിക്കും, വേദ കാര്യങ്ങൾ അറിഞ്ഞ് അവനെ പുറത്ത് കൊണ്ടുവരുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു, ഇനിയിപ്പോൾ അവൻ നിരപരാധിയാന്ന് തെളിഞ്ഞാലും ഈ കിട്ടിയ തല്ലിനൊക്കെ വല്ല ഇതുണ്ടോ? കാരണം ഈ തല്ല് കിട്ടിയത് മൊത്തം ഇവർക്കല്ലേ, അവനിട്ടൊന്നും കിട്ടിയില്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നല്ല ദേഷ്യമായി മാഷിന്. മാഷ് പറഞ്ഞു, എൻ്റെ നന്ദിനി, എന്നാലും നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഈ സമയത്തും വേദയെ കുറ്റപ്പെടുത്താനുള്ള സ്വഭാവം. ഭർത്താവ് തല്ല് കിട്ടി പരുവായിട്ട് വന്നാലും കുഴപ്പമില്ല, വേദയോടുള്ള ദേഷ്യം അസൂയ അതിനിപ്പോഴും നിനക്കൊരു മാറ്റമില്ലല്ലേ എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അച്ഛാ നീ മിണ്ടരുത്, ശരിക്കും പറഞ്ഞാൽ ആ പോലീസുകാരെക്കാളും വലിയ വിഷക്രിമികളാ ഇവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുവാണ് മാഷ്. ആ സമയം കമല പറഞ്ഞു, അല്ല മാഷേ, അവൻ നിരപരാധിയാന്ന് അറിയുമായിരിക്കില്ല എല്ലാവരും. അറിയും കമലെ, സമാധാനമായിട്ടിരിക്കുക, നമ്മുടെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലോ, ഉറപ്പായിട്ടും അവൻ നിരപരാധിയാന്ന് ജനങ്ങൾ അറിയും, അവന് പുറത്ത് കൊണ്ടുവരാനും പറ്റും, അവനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് മാഷ അകത്തേക്ക് കയറി പോവാണ്. കമലയ്ക്ക് ഭയങ്കര വിഷമമായി. ആ സമയത്ത് തൻ്റെ മകനൊന്നും സംഭവിക്കില്ലേ എന്ന് മാത്രമായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.